ഒരു ബിഗ് സ്ക്രീനിൽ നമ്മുടെ മോളെ കാണുമെന്ന് പറയുമ്പോഴത്തേക്കും പെട്ടെന്ന് എനിക്ക് അവിടെ ചെന്ന് ഫസ്റ്റ് ടൈം അത് കണ്ടപ്പോഴത്തേക്കും എന്റെ നെഞ്ചിനകത്തൊക്കെ ഭയങ്കര ഒരു വല്ലാത്ത ഒരു അസ്വസ്ഥതയും സന്തോഷമാണോ സങ്കടമാണോ എന്താണോ ഒരു ഭയങ്കര ഒരു ഇതുണ്ടായി. ഞാനിപ്പോഴും ഇപ്പൊ എന്റെ കസിൻസിനോടൊക്കെ പറയും +2 കഴിഞ്ഞ് ഇവിടുന്ന് പോയിക്കോ, വീട്ടിൽ നിന്ന് മാറ്, പൊളിക്ക് പോയി എൻജോയ് ചെയ്ത്. നമ്മള് മിസ്റ്റേക്സ് ചെയ്യുമായിരിക്കും, മിസ്റ്റേക്സ് പറ്റട്ടെ, കുഴപ്പമില്ല, അത് നമുക്ക് ശരിയാക്കാലോ. മീനാക്ഷിയുടെ ഔട്ട്ഫിറ്റ്, മീനാക്ഷി ഇവിടെ ഇട്ട് കണ്ടോ, ഇത് കണ്ടോ, അത് കണ്ടോ, അപ്പം ഡോണ്ട് യു ഫീൽ ദാറ്റ് ഇത് എന്താണ് ഇവന്മാർ എന്റെ ബാഗിൽ തന്നെ എന്നുള്ളൊരു ഫീൽ ഉണ്ടോ? ഇനി അവളെ ഷൂട്ട് ചെയ്യണ്ട, ഇനി അവളുടെ വീഡിയോസ് ഒന്നും എടുക്കണ്ട. ഇത് ഞാൻ എവിടെയാണ് കണ്ടതെന്ന് വെച്ചാൽ ആക്ച്വലി ഇത് ഞാൻ അവരുടെ വളരെ ഒരു പേഴ്സണൽ സർക്കിൾ എന്ന് അറിഞ്ഞ ഒരു കാര്യമാണ്. മേ ബി ഞാൻ കണ്ട് വായിച്ച ഒരു കാര്യമാണ്. നേരെ കാണുന്ന ഡ്രസ്സിൽ വൃത്തികേടില്ലെങ്കിലും അത് മേലെന്നോ താഴെന്നോ എടുക്കുമ്പോൾ നല്ല വൃത്തികേടുണ്ടാവും. അത് ആസ് എൻ അവരതാണ് ഉദ്ദേശിക്കുന്നത്. ഇനി ഇവളെയും വേറൊരു നടിയുണ്ട്, ഒരു യങ് സ്റ്റാർ, അവളെയും ഷൂട്ട് ചെയ്യരുത് എന്നൊക്കെ പറഞ്ഞിട്ടാണ് സംസാരിക്കുന്നത്. ഏത് നമ്മളായിട്ട് റീച്ച് കൂട്ടിയ ടീമാട്ടോ പറയുന്നത്. അവളെയും ഇവളെയൊക്കെ ബഹിഷ്കരിക്കണത് ബ്രോ, ലിറ്ററലി ഞാൻ കണ്ടതായത് ഇവളെയൊക്കെ ബഹിഷ്കരിക്കണത്. ഞാൻ ഐ വാസ് ലാഫിങ്. ഇവരെ ബഹിഷ്കരിക്കാനും ഇവളെ വളരാൻ അനുവദിച്ചുകൂടാ, ഇതൊക്കെയാണ് അവരുടെ ഗ്രൂപ്പിലെ ചാറ്റ്. നല്ലൊരു ഗൗൺ ഇട്ടോണ്ട് പോവുകയാണെങ്കിൽ ഗൗണിന് കുഴപ്പമൊന്നുമില്ല, പക്ഷെ അത് അവരെടുക്കുന്ന ആംഗിളിന് വ്യത്യാസം ഉണ്ടെങ്കിൽ നമുക്ക് കുഴപ്പമാണ്. ഞാൻ സാരി വീഡിയോസിൽ ഞാനത് കണ്ടിട്ടുണ്ട്, ചുരിദാർ വീഡിയോസിൽ ഞാനത് കണ്ടിട്ടുണ്ട്. റോങ് ആംഗിളിൽ നിന്ന് ഷൂട്ട് ചെയ്ത് ഒരു അതിനൊരു ക്യാപ്ഷൻ ഇടും, ഒരു ബോഡി പാർട്ടിനെ എടുത്ത് കാണിക്കുക എന്നുള്ളത് ഈ പറയുന്ന സോ കോൾഡ് മാന്യമായ ഏത് ഡ്രസ് ഇട്ട് കഴിഞ്ഞാലും അതുണ്ട്. അത് അവര് എടുക്കുന്നതിന്റെ കുഴപ്പം മാത്രമല്ല, അത് ആളുകൾ ആ നെഗറ്റീവിനെ പ്രൊമോട്ട് ചെയ്യുന്നതിന്റെയും കൂടെ ഇതാണ്. ഹലോ ആൻഡ് വെൽക്കം കൗമുദി വ്യൂവേഴ്സ്, വെൽക്കം ടു അനദർ എപ്പിസോഡ് ഓഫ് മമ്മി ആൻഡ് മീ. ഇന്ന് എൻ്റെ കൂടെ ജോയിൻ ചെയ്യുന്നു ഒരു ഓസം ഡോട്ടർ ആൻഡ് ആൻ ഓസം മമ്മി. ലെറ്റ് മീ വെൽക്കം മീനാക്ഷി രവീന്ദ്രൻ and ജയശ്രീ. ഇതാണ് ഞാൻ പറഞ്ഞ ഓസം ഡോട്ടർ. അമ്മ അപ്പൊ ഫസ്റ്റ് ടൈം ആയിരിക്കും ഇങ്ങനെ ഒരു ഇന്റർവ്യൂ അല്ലേ മീനാക്ഷിയുടെ കൂടെ? ഓഫ് കോഴ്സ്. അപ്പൊ ഇന്ന് നമ്മൾ പല രഹസ്യങ്ങളും ഇങ്ങനെ മണ്ണിമണ്ണിയായി പുറത്തേക്ക് അതെ ഈ പറഞ്ഞ് ഇത് ഇവിടെ വരുന്ന ഈ മമ്മി ആൻഡ് മീൽ വരുന്ന പലരും ഇങ്ങനെയാണ് കേട്ടോ. അവര് പറയും അമ്മ ഇത് പറയരുത്, ഇത് ഫോക്കസ് ചെയ്യണം, ഇത് ഫോക്കസ് ചെയ്യണ്ടെന്ന് പലരും അങ്ങനെ എന്തെങ്കിലും പറഞ്ഞു തന്നിട്ടുണ്ടോ? ഇത് ഞാൻ ഇവിടെ വന്നു കഴിഞ്ഞിട്ടില്ലേ എടുത്തിയതാണപ്പോ. ഓക്കെ ഓക്കെ, ചുമ്മാ നമ്മളൊന്ന് കറങ്ങിട്ട് വരാന്നൊക്കെ പറയും. ചുമ്മാ ഒരു ഷോപ്പിംഗ് എന്നോട് പറഞ്ഞത്. അടിപൊളി അടിപൊളി. അപ്പൊ ഞങ്ങൾ അങ്ങനെയൊക്കെയായിരുന്നു പ്ലാൻ ചെയ്തത്, പക്ഷെ കുഴപ്പമില്ല, എന്തായാലും അടിപൊളി. അമ്മ എന്താണ് ഇപ്പം ലൈക്ക് എല്ലാവർക്കും മക്കളെ കുറിച്ച് വളരെ സ്വപ്നങ്ങളുണ്ടാവും, ലൈക്ക് ഇങ്ങനെയാവണം അവര്, ഞങ്ങൾ എന്താ പറയാ, ഞങ്ങളുടെ പേരവർ നിലനിർത്തണം എന്നൊക്കെ പറയും. എങ്ങനെയുണ്ട് ഈ മകൾ? എന്റെ മകൾ ഞങ്ങളുടെ പേര് നിലനിർത്തില്ല, അവളുടെ പേര് അത്രേ ഉള്ളൂ. കുടുംബത്തിന്റെ പേര് അങ്ങനെയല്ല. ആക്ച്വലി പറയാനാണെങ്കിൽ ഇപ്പം ഞങ്ങളുടെ മുമ്പ് അച്ഛന് ഫെഡറൽ ബാങ്കിലാണ് ജോലി. അപ്പം ആദ്യം അറിഞ്ഞുകൊണ്ടിരുന്നത് രവിയുടെ വീട്, രവിയുടെ വൈഫ്, അങ്ങനെ. ഇപ്പം ഞങ്ങള് അച്ഛനും ഞാനും കൂടെ പുറത്തു പോവുകയാണെങ്കിൽ മീനാക്ഷിയുടെ അമ്മ, മീനാക്ഷിയുടെ അച്ഛൻ ആരെങ്കിലും പരിചയപ്പെടുത്തുന്നത് ഇത് ഉടൻ പണം മീനാക്ഷിയുടെ, അല്ലെങ്കിൽ അങ്ങനെ അങ്ങനെ അപ്പം അതിൽ നമ്മൾ പ്രൗഡ് ആണല്ലോ, ഓഫ്കോഴ്സ് നമ്മൾ പ്രൗഡ് ആണല്ലോ ആ കാര്യത്തില്. അതുകൊണ്ട് ഞങ്ങക്ക് ജലസില്ല മോളായത് കാരണം നമ്മളതിങ്ങനെ പ്രൗഡായിട്ട് നമ്മള് ഇപ്പൊ ദൈവം ഈശ്വര അനുഗ്രഹം അത്ര. അടിപൊളി അടിപൊളി. സോ ഇറ്റ്സ് ലൈക്ക് ഈ നമ്മുടെ ലൈഫ് ചോയ്സസ് ഇങ്ങനെ പറയല്ലോ. ഇപ്പം അച്ഛൻ ഫെഡറൽ ബാങ്കിലായിരുന്നു പറഞ്ഞു, അമ്മ ഒരു പ്രൊഫഷണൽ ഉള്ള ഒരാളാണ്. അപ്പം അങ്ങനെ ഒരാൾ നമ്മൾ ആലപ്പുഴയിൽ നിന്ന് ഹെഡ് ചെയ്യുന്നു. അപ്പം ഇങ്ങനെ സിനിമ അല്ലെങ്കിൽ എനിക്കിങ്ങനെ മോഡലിംഗ് ഇങ്ങനെയൊക്കെ ഒരു ചോയ്സസ് എന്ന് പറഞ്ഞപ്പോൾ ഫസ്റ്റ് എന്തായിരുന്നു അമ്മയുടെ റിയാക്ഷൻ? അത് നമ്മൾ അവളുടെ ഒരു കാര്യത്തിന് നമ്മൾ എതിര് നിന്നിട്ടില്ല. ചെറുപ്പത്തിൽ, അതിന് ഫോർ എക്സാമ്പിൾ ഞാൻ പറയാം, ചെറുപ്പത്തിൽ സ്കൂളിൽ പോകുമ്പോൾ നമ്മളിങ്ങനെ എല്ലാ പ്രാവശ്യം എക്സാം ഒക്കെ വരുമ്പോഴത്തേക്കും പഠിക്ക് നമ്മളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമല്ലോ. അപ്പൊ ആള് കൂളായിട്ട് പറയും എയർ ഹോസ്റ്റസ് ആകാൻ 60% മാർക്ക് മതി, അതിനുള്ളത് പഠിച്ചിട്ടുണ്ട്. കാരണം വളരെ ലേറ്റ് ആയിട്ടാണ് രാത്രിയിൽ കിടക്കുന്നത്, വളരെ ലേറ്റ് ആയിട്ടാണ് എഴുന്നേക്കുന്നത്. അപ്പൊ നമ്മൾ പറയും പഠിക്കണ്ടേ, പരീക്ഷയല്ലേ പറയുമ്പോ പറയും അല്ല എയർ ഹോസ്റ്റസ് ആകാൻ 60% മാർക്ക് മതി, അതിനുള്ളതായിരുന്നു. അതിനൊക്കെ കൂടുതൽ മാർക്കൊക്കെ കിട്ടിയ ആള് ജയിച്ചു. അത് കഴിഞ്ഞിട്ട് പിന്നെ +1 +2 കഴിഞ്ഞു. അപ്പൊ അതുകൂടാതെ സ്കൂൾ തലത്തിലൊക്കെ മറ്റേ
എല്ലാ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് അറിയാൻ മേലാത്ത ആക്ടിവിറ്റീസിനും ചേർന്ന് ഓടി ഏറ്റവും ചേരും. അപ്പം എല്ലാത്തിലും നമ്മൾ എല്ലാ ആനിവേഴ്സറിക്ക് നമ്മൾ ചെല്ലുമ്പോൾ, സ്കൂൾ യൂത്ത് ഫെസ്റ്റിവലിനൊക്കെ ചെല്ലുമ്പോൾ അന്ന് നമ്മൾ കുറച്ച് പ്രൗഡായിരുന്നു. കാരണം എല്ലാം എപ്പോഴും കയറുമ്പോ എല്ലാത്തിനും വിളിക്കുമ്പോ മീനാക്ഷി മീനാക്ഷി അങ്ങനെ എല്ലാം കിട്ടും. അത് നമ്മൾ ഓക്കെ. അത് കഴിഞ്ഞ് കുറേ മെഡൽസ് ഉണ്ട്, മെഡൽസ് പ്രൈസ് ഒക്കെ ഉണ്ട്. പ്ലസ് ടുവിനാണ് ഇത് പറഞ്ഞുകൊണ്ടിരുന്നത് 60% മാർക്ക് മതി. ബട്ട് എത്രയുണ്ടായിരുന്നു? 76. ഇച്ചിരി കൂടുതൽ മേടിച്ചു തന്നു. അത് പിന്നെ ആളിന് വേറൊരു ആഗ്രഹം ഉണ്ടായിരുന്നു, സെന്റ് തെരേസാസ് കോളേജിൽ പഠിക്കാൻ പോണം. അത് ഒന്നിനും വേണ്ടിയല്ലായിരുന്നു, ഒന്ന് എറണാകുളത്തേക്ക്. അത് കഴിഞ്ഞിട്ട് ഒന്ന് സെന്റ് തെരേസാസ് കോളേജ് ഞങ്ങൾ ട്രൈ ചെയ്തു. പക്ഷെ സെന്റ് തെരേസാസ് കോളേജിൽ ചെന്നപ്പോ ഞങ്ങളുടെ സമയം കഴിഞ്ഞു. ഞങ്ങൾ വളരെ ലേറ്റ് ആയിട്ടാണ് അവിടെ ചെന്നത്. അപ്പൊ ആളിന് അത് മാത്രമല്ല, എനിക്ക് തോന്നണു, അതാണോന്ന് എനിക്കറിയാമല്ല, ചോദിക്കണം. ചിലപ്പോ ഞാൻ മനസ്സിലോർത്തത്, എയർ ഹോസ്റ്റസ് ആവുമ്പം ഓഫ് കോഴ്സ് ഒരു ലാംഗ്വേജ് ഫ്ലുവൻസി ഒക്കെ വേണം, ഇംഗ്ലീഷ്. അപ്പം അത് സെന്റ് തെരേസാസ് കോളേജിൽ പഠിക്കുന്ന ഒരു കുട്ടി എന്ന് പറയുമ്പോഴത്തേക്ക് ആ ലാംഗ്വേജിന് ഒരു ഇതുണ്ടാവും. അപ്പൊ അത് വെച്ചിട്ട് ഞങ്ങൾ ചെന്നു. പക്ഷെ ഞങ്ങൾക്ക് അവിടെ ചെന്നപ്പോഴത്തേക്കും കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ് നോക്കിയാ പോയത്. പക്ഷെ അവിടെ ചെന്നപ്പോഴത്തേക്ക് ലേറ്റ് ആയി. അപ്പൊ അവര് ഇഷ്ടം പോലെ അല്ല, മാർക്കിന്റെ കാര്യത്തിലൊന്നും പറഞ്ഞില്ല. അവര് പറഞ്ഞു നിങ്ങൾ ലേറ്റ് ആയി പോയി, വേണേ BA ഭരതനാട്യം തരാം. അപ്പൊ ആള് ഡാൻസ് പെർഫോമർ ആണെങ്കിലും പക്ഷെ BA ഭരതനാട്യം സെന്റ് തെരേസാസിൽ പോയി പഠിക്കാനായിട്ട് തോന്നിയില്ല. വേണ്ട, അതോടെ വെച്ച് ബ്രേക്ക് ചെയ്ത് നേരെ ഞങ്ങൾ പോയി ഫ്രാങ്ക്ഫിൻ ഇൻസ്റ്റിറ്റ്യൂട്ട്. ഇതല്ലെങ്കിൽ വേറൊന്ന്. അപ്പൊ അവിടെ വെച്ച് കരയൊക്കെ ചെയ്ത് ഞങ്ങൾ രണ്ടാളും. കാരണം ആഗ്രഹമല്ലേ, അപ്പൊ അത് നടന്നില്ലല്ലോ. അപ്പൊ അതിന്റെ വിചാരിച്ച് എനിക്ക് സങ്കടം ഉണ്ടായിരുന്നു. ഞാൻ കരയണ കണ്ടപ്പോ അവൾക്കും വിഷമമുണ്ട്. അങ്ങനെ പിന്നെ ഞങ്ങൾ ഫ്രാങ്ക്ഫിൻ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയി. അവിടെ ചെന്നപ്പോഴും ഓർത്തു, ദൈവമേ, അപ്പൊ അച്ഛൻ എപ്പോഴും ഇവൾക്ക് പൊക്കക്കുറവാന്ന് പറഞ്ഞ് ഭയങ്കര ഒരു വിഷമമുണ്ട്. അച്ഛന്റെ അഭിപ്രായത്തിൽ ലില്ലിപ്പുട്ട് കഴിഞ്ഞ പിന്നെ ഞാൻ അപ്പൊ അതിനെ പൊക്കയില്ല. അപ്പൊ കിട്ടുവോ എന്നൊരു സംശയം. അങ്ങനെ ചെന്ന് നിന്നു. അവിടെ ചെന്നപ്പോഴേ വാചകമായിട്ട് കേട്ടപ്പോ തന്നെ അവര് പറഞ്ഞു, നീ ഓക്കെ. ആള് കേറി അവിടെ സെലക്ട് ആയി. ഒരു 10 months കഴിഞ്ഞപ്പോഴത്തേക്ക് ക്യാമ്പസ് ഇന്റർവ്യൂ പോലെ അവര് വന്നു. അതില് ഫസ്റ്റ് ചാൻസിൽ ആളിന് ജോലി കിട്ടി. അപ്പൊ 18 വയസ്സിൽ ജോലിയായി. അന്ന് മുതൽ ജോലി ചെയ്ത് കുടുംബം പുലർത്തുന്ന ഒരു ആ സമയത്ത് അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോ അച്ഛൻ റിട്ടയർ ആയി. ആ സമയത്ത് ജോലി കിട്ടി. ജൂലൈയിലാണ് എനിക്ക് എന്റെ ആദ്യത്തെ സെറ്റ് ഓഫ് ഇന്റർവ്യൂ ഒക്കെ കഴിയുന്നത് ഏകദേശം ഏപ്രിൽ മെയ് സമയത്താണ്. അത് കഴിഞ്ഞ് ജൂലൈയിലാണ് എന്റെ രണ്ടാമത്തെ ഇന്റർവ്യൂ പറയുന്നത്. അത് ഫൈനൽ റൗണ്ട് പറയുന്നത്. അപ്പം ഫൈനൽ റൗണ്ട് കഴിഞ്ഞിട്ട് അത് ജൂലൈയിലാണ് പറഞ്ഞത്. ജൂണിൽ അച്ഛൻ റിട്ടയർ ആയി. ജൂലൈയിൽ എനിക്ക് ജോലി കിട്ടി. അങ്ങനെ ഇതിന്റെ ഇടയിലാണ് അച്ഛന്റെ റിട്ടയർമെന്റ് നടന്നത്. അപ്പൊ അടുത്ത മാസമായപ്പോ എനിക്ക് ജോലി കിട്ടി. അത് ആക്ച്വലി ആദ്യം എന്റെ ഇന്റർവ്യൂ ഇങ്ങനെ വന്നപ്പോ ഞാൻ അമ്മയടുത്ത് പറഞ്ഞു. കാരണം കോഴ്സ് നമ്മൾ കംപ്ലീറ്റ് ചെയ്യുന്നത് നമ്മൾ ക്യാഷ് ഡൗൺ പേയ്മെന്റ് ചെയ്തായിരുന്നു, ഫീസ് കൊടുത്തിരുന്നു. അപ്പൊ ഞാനോർത്ത് എന്തായാലും വെറുതെ അത്രയും രൂപ നഷ്ടം വരുത്തുണ്ടല്ലോ കുടുംബത്തിന്, ഫുള്ള് 12 months കംപ്ലീറ്റ് ചെയ്തിട്ട് പോയാൽ മതി എന്ന് വെച്ചപ്പം ഇന്റർവ്യൂ വരുന്ന പറഞ്ഞപ്പോ എന്റെ അടുത്ത് അമ്മ പറഞ്ഞു, പോയി അറ്റൻഡ് ചെയ്തോ. എനിക്കൊന്നും വീട്ടുകാർക്കാർക്കും വലിയ പ്രതീക്ഷയൊന്നും ഇല്ലായിരുന്നു തോന്നുന്നു, എനിക്കില്ലായിരുന്നു. അപ്പൊ എടുത്ത് പറഞ്ഞു, കിട്ടുകയാണെങ്കിൽ നമുക്ക് കോഴ്സ് കഴിഞ്ഞിട്ട് പോയാൽ മതില്ല, വേറെ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തു. അത് കഴിഞ്ഞ് ഞാനപ്പം ഭയങ്കര കാഷ്വലായിട്ട് പേടിയൊന്നും ഇല്ലാണ്ട് പോയി അറ്റൻഡ് ചെയ്താ. കാരണം കിട്ടിയാലും പോകുന്നില്ലല്ലോ എന്നുള്ളൊരിതായിരുന്നു. കോഴ്സ് കഴിഞ്ഞിട്ട് പോയാൽ മതിയല്ലോ. കിട്ടിക്കഴിഞ്ഞപ്പോ ഇവരുടെയൊക്കെ വിധം മാറി. ഇവര് അല്ല, കിട്ടിയിട്ട് പോവാതിരിക്കുന്നത് ശരിയല്ലല്ലോ, പോണ്ടേ. ഞാൻ പറഞ്ഞു, അങ്ങനെ അല്ലല്ലോ പറഞ്ഞത്. അപ്പൊ ഞാൻ എന്റെ ഫ്രണ്ട്സിനെ പിരിയാനൊന്നും ഞാൻ പ്രിപ്പയർഡ് ആയിട്ടില്ല. അല്ലെ പോണ്ടേ എന്നൊക്കെ ചോദിച്ചു. അപ്പൊ ചോദിച്ചു, പോണോ? പോണം എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞപ്പോ 10 മാസം കഴിഞ്ഞപ്പോ എന്റെ പെട്ടിയും കിടക്കൊക്കെ എടുത്ത് വിട്ടു, ഞാൻ പോയി. ഇല്ല, അത് ഫസ്റ്റ് ടൈം കിട്ടിയ ജോലിയല്ലേ, അപ്പൊ നമ്മളത് കളയരുതല്ലോ. ഭയങ്കര ആഗ്രഹിച്ചിരുന്നതുവാ, ഭയങ്കര ആഗ്രഹിച്ച് കിട്ടിയത്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു 3 മാസം ട്രെയിനിങ് ഉണ്ടായിരുന്നു. ആ ട്രെയിനിങ് പീരീഡിൽ ഞാനും അച്ഛനും വീട്ടിൽ ഭയങ്കരമായിട്ട് സങ്കടപ്പെട്ടായിരിക്കണം. കാരണം ആഹാരം അവിടെ ചെന്നിട്ട് ഒരു ആഹാരവും പിടിക്കണില്ല. ഗുഡ്ഗാവ്, ഡൽഹിയിൽ. അപ്പം പിന്നെ അച്ചാറും തൈരും കൊണ്ട് 3 മാസം അങ്ങനെ ഞാൻ ആദ്യമായിട്ട് നോർത്ത് ഇന്ത്യൻ ഫുഡ് എനിക്ക് അങ്ങനെ. അപ്പൊ ഞാൻ ഇവിടുന്ന് പോയ സമയത്ത് ഞാൻ ഓർത്തു, ഇനി പനീറൊക്കെ കിട്ടത്തോളൂ എന്ന് പറഞ്ഞ ഫ്ലൈറ്റ് കയറിയോണ്ട് ഞാൻ പനീർ മേടിച്ചങ്ങ് വിഴുങ്ങി. വയറിളക്കം തീർന്നു. ഇല്ലാത്ത അസുഖമൊന്നുമില്ല. എനിക്ക് തോന്നുന്നു അത് മനസ്സിന്റെ ആണ്. നമുക്ക് അവിടെ ചെന്നിക്കും. പിന്നെ വെച്ചാൽ
എനിക്ക് ആ സമയത്ത് ഹിന്ദി അറിയില്ല. അപ്പൊ മൊത്തം ഹിന്ദി പിള്ളേര് എങ്ങനെ വന്നെന്ന് പറഞ്ഞാലും ഹിന്ദി അവര് കൂടുമ്പോ അവര് ഇംഗ്ലീഷ് ഒന്നും സംസാരിക്കുമ്പോ നമ്മൾ മലയാളികളോട് മലയാളം സംസാരിക്കുന്ന അവരെന്തായാലും ഹിന്ദിയാ സംസാരിക്കുന്നത്. എനിക്കൊരു ഭാഷ മനസ്സിലാവുന്നില്ല. ഞാൻ പെട്ടു. അപ്പൊ എനിക്ക് മിണ്ടാൻ പറ്റുന്നില്ല. ലൈക്ക് ഐ ആം എ ടോക്കറ്റീവ് പേഴ്സൺ. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് ആ ലോക്ക് എനിക്കൊന്നും പറയാൻ പറ്റുന്നില്ല. ഐ മീൻ ഇംഗ്ലീഷിൽ എന്തെങ്കിലും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാന്ന് വന്നാലും മൊത്തം ഹിന്ദിയിലല്ലേ. പിന്നെ മലയാളത്തിൽ കൗണ്ടർ പറയുന്ന മലയാളത്തിലല്ലേ കിട്ടുള്ളൂ. ഞാൻ എങ്ങനെയെങ്കിലും ഒക്കെ ഇംഗ്ലീഷിലും ഹിന്ദിയിലൊക്കെ ഹേ ഹൂ ഹാ എന്നൊക്കെ പറഞ്ഞിപ്പിക്കും. പക്ഷെ നടക്കുന്നില്ല. ഇവര് നിന്ന് തുടങ്ങും. എനിക്ക് എന്റെ അടുത്ത് ആദ്യമായിട്ട് ഞാൻ അവിടെ ചെന്നപ്പോഴാണ് എന്റെ അടുത്ത് ആളുകൾ ചോദിക്കുന്നത്, ഇൻട്രോവേർട്ട് ആണല്ലേ, അധികം സംസാരിക്കില്ല. അപ്പൊ അതെ ആ കൂടെ ഇരുന്നു ഞാൻ. അത് കഴിഞ്ഞപ്പം അപ്പൊ എനിക്കൊന്ന് മനസ്സൊക്കെ കുറച്ച് ഇതായതുകൊണ്ട് പിന്നെ പഠിക്കാനും ഒരു ലോഡുണ്ട്. ഞാൻ എന്റെ സ്കൂളിൽ പഠിച്ചിട്ടില്ല അങ്ങനെ. നമുക്ക് എല്ലാ വീക്കും എക്സാംസ് ഉണ്ട്. ആ എക്സാമിന് നമ്മൾ 90% സ്കോർ ചെയ്യണം. പിന്നെ ഫൈനൽ എക്സാമിന് നമ്മൾ 80% സ്കോർ ചെയ്യണം. അപ്പം ഓരോ വീക്കും നമുക്ക് ഓരോ സബ്ജക്ട്സ് ആണ് എടുക്കുന്നത്. അപ്പൊ ഈ ഓരോ വീക്കിന്റെ എൻഡിലും നമുക്ക് എക്സാംസ് ഉണ്ടാവും. അപ്പം ഞാനാണെങ്കിൽ ഇങ്ങനെ ഇരുന്ന് പഠിക്കണം. എനിക്കങ്ങനെ ഒറ്റടുത്ത് അത്രയും ബോധമില്ല എനിക്ക് പെട്ടെന്ന് ഗ്രാസ്പ് ചെയ്യാനുള്ള ഒരു ഇതില്ല. അപ്പൊ ഞാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഇരുന്ന് വൈകുന്നേരങ്ങളൊക്കെ ഇരുന്ന് പഠിക്കണം. ഞാൻ അങ്ങനെ സ്കൂളിലൊന്നും അത്ര ആത്മാർത്ഥതയോടെ പഠിച്ചിട്ടില്ല. പക്ഷെ ഇത് വേണം എന്നുള്ളത് കൊണ്ട് ഇരുന്ന് മറ്റേ ക്യാപിറ്റൽ W സ്മോൾ W എന്ന് പഠിക്കുന്ന പോലെ ഇരുന്ന് പഠിച്ചതാ. അപ്പം എന്റെ മനസ്സ് ഫുള്ള് മരവിച്ചിരിക്കുക. ഏത് നേരത്താണോ എന്നുള്ള ഞാൻ ഇരുന്നത്. മനസ്സ് ഫുള്ള് മരവിച്ചു. വീട്ടിലും പോവാൻ പറ്റുന്നില്ല, സംസാരിക്കാനും പറ്റുന്നില്ല. വല്ലാത്തൊരു ഗതികെട്ട അവസ്ഥ. എനിക്ക് ടൈഫോയിഡ് ഒക്കെ വന്നു ഇതിന്റെ ഇടയില് എന്തൊക്കെ. പക്ഷെ അപ്പൊ അവരെന്റെ അടുത്ത് പറഞ്ഞു, വേണമെങ്കിൽ ലീവ് എടുത്ത് വീട്ടിലേക്ക് പൊക്കോ, അടുത്ത ഇതിന് നമ്മൾ വിളിക്കാം, അടുത്ത ബാച്ച് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ വിളിക്കാന്ന്. പക്ഷെ എനിക്ക് പോകണ്ട, എനിക്ക് തീർത്തിട്ട് വീട്ടിൽ പോയാൽ മതി. ഇനിയും കൂടെ തിരിച്ച് കാലെടുത്ത് കുത്തുന്നതിനെ പറ്റി എനിക്ക് ചിന്തിക്കാൻ വയ്യ. അപ്പൊ എന്റെ അടുത്ത് അവര് പറഞ്ഞു, ഇങ്ങനെ നമ്മള് അടുത്ത ബാച്ച് തുടങ്ങുമ്പോൾ വേണമെങ്കിൽ വിളിക്കാം. അപ്പൊ എന്റെ കൂടെ 1-2 പേരൊക്കെ പോയി. ഞാൻ പറഞ്ഞു ഞാൻ പോകുന്നില്ല, കിടന്ന് ചത്താലും വേണ്ടില്ല, ഞാൻ പോകുന്നില്ല. എന്നിട്ട് ലാസ്റ്റ് നിന്ന് എക്സാം പാസ്സായി തിരിച്ച് കൊച്ചി തന്നെ എത്തി. അപ്പൊ അമ്മയുടെ ഒരു കൺസേൺസ് അല്ലെങ്കിൽ പാരന്റ്സിന്റെ ഒരു കൺസേൺസ് എന്താണ്? ഇങ്ങനെ പോവാണ് ഒരു നമ്മളെ അറിയാത്തൊരു സ്ഥലം, അവിടെയാണ് നന്നായി സംസാരിക്കുന്ന ആൾ ഹിന്ദി, അവിടെ ലോക്ക്. അപ്പൊ വിളിച്ച അമ്മയുടെ ഇങ്ങനെ വിഷമൊക്കെ പറയുമ്പോ നമ്മുടെ ഒരു അമ്മയ്ക്ക് ഒരു വിങ്ങല്ല, അയ്യോ ആവശ്യമുണ്ട്. പക്ഷെ എന്നാലും എനിക്കറിയാം എങ്ങനെ വീണാലും പൂച്ച 4 കാലയില് കുഴപ്പമൊന്നുമില്ല. എങ്ങനെയായാലും ആള് നിക്കും. ആ ഒരു അതിപ്പോഴും അതെ. എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാല് പെട്ടെന്ന് അത് വിളിച്ചു പറയുമ്പം എന്റെ ഒരു സ്വഭാവം വെച്ച്, അവളുടെ സ്വഭാവം തന്നെ എനിക്കും, എന്റെ ഒരു സ്വഭാവം വെച്ച് പെട്ടെന്ന് കേൾക്കുമ്പോൾ നമ്മൾ ഭയങ്കര ടെൻഷൻ ഉണ്ടാകും. ഭയങ്കര ടെൻഷൻ ഉണ്ടാകുമ്പോൾ ഞാൻ ഇപ്പോഴും ചിലപ്പോൾ അവളെ വഴക്ക് പറയും. അതും പറഞ്ഞ് അത് കഴിഞ്ഞിട്ട് ഞാനെന്ന് ചിന്തിക്കും, ഞാൻ എന്തിനാ വഴക്ക് പറഞ്ഞു, അവൾ എന്നോട് അവളുടെ വിഷമം പറഞ്ഞല്ലേ. പക്ഷെ അത് കേൾക്കുമ്പോൾ നമുക്ക് അയ്യോ എങ്ങനെയാകും. ഇവനൊരു ഇപ്പം മന്ത്ലി ഉള്ള ആ വയറുവേദന പറഞ്ഞാലും ഞാൻ ഉടനെ തന്നെ ഞാൻ പറയും അതങ്ങനെ ചെയ്യും, ഇങ്ങനെ ചെയ്യും. എപ്പോഴും അത് പറയുമെങ്കിലും പക്ഷെ എനിക്കറിയാം അതിന് ആള് സൊല്യൂഷൻ കണ്ടിട്ട് തന്നെയാണ് നമ്മളുടെ അടുത്ത് ഇങ്ങനെ പറയണേ. അപ്പൊ അങ്ങനെ പോയപ്പോ അന്ന് പറ്റാത്തൊരു സ്ഥലം ഞങ്ങളുടെ ശരിക്കും ഡൽഹിയിൽ പോയെന്ന് പറഞ്ഞാൽ അത് ഫസ്റ്റ് ടൈം അത്രയും ദൂരെ പോയത്, ഡൽഹിയിലായതിന് പോയത്. അപ്പം ഞങ്ങളുടെ ഒരു നൈബർ ഉണ്ട്. അപ്പൊ അച്ഛൻ അവിടെ വിളിച്ച് പുള്ളിയോടൊക്കെ പറഞ്ഞ് സെറ്റാക്കി പുള്ളി ഒരു ഭരണി അച്ചാറൊക്കെ ആയിട്ട് അവിടെ ചെല്ലുകയൊക്കെ ചെയ്തു. അപ്പൊ അങ്ങനെ കുറച്ച് പിന്നെ ആ ഒരു 2-3 മാസം ശരിക്കും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു. പക്ഷെ ആളിനും അറിയാലോ അത് കഴിയുമ്പോഴത്തേക്കും ഒരു നല്ല ഇതാണ് കാര്യമാണ്. അത് കഴിഞ്ഞു പിന്നെ കൊച്ചിയിൽ വന്നു കഴിഞ്ഞ് കുഴപ്പമില്ല. കൊച്ചിയിൽ വന്ന് പിന്നെ അവിടുന്ന് ഫ്ലാറ്റിൽ നിന്ന് വീട്ടിലേക്ക് വരാനായിരുന്നു വിഷമം. കാരണം അവിടെ ഫ്രണ്ട്സ് ഒക്കെ ആയി, അവിടെ നല്ല പൊളിയായി. അപ്പൊ പിന്നെ വീട്ടിലേക്ക് വരാനായിരുന്നു ആളിന് വിഷമം. എനിക്കൊരു പ്ലാൻ ഉണ്ടായിരുന്നു. ഞാനിങ്ങനെ കേട്ടിട്ടുണ്ട് പുറത്തൊക്കെ ആളുകൾ എങ്ങനെയാന്ന് വെച്ചാൽ 18 years കഴിയുമ്പോൾ പിള്ളേരെ അവര് ഇൻഡിപെൻഡന്റ് ആയിട്ട്. എനിക്കത് ഭയങ്കര ആഗ്രഹമായിരുന്നു. എനിക്ക് 18 years കഴിഞ്ഞാൽ എനിക്ക് വീട്ടിൽ നിന്ന് പോകണം. എനിക്ക് ഐ നീഡ് ടു എക്സ്പ്ലോർ മൈസെൽഫ്. അതെന്റെ ഭയങ്കര ആഗ്രഹം. ഞാനങ്ങനെ എക്സ്പ്ലോർ ചെയ്യേണ്ടതുകൊണ്ട് ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നു ഞാൻ പറഞ്ഞിട്ടില്ല. പക്ഷെ ഞാൻ പറഞ്ഞു എനിക്ക് മാറി നിൽക്കണം. അതാ എനിക്കിഷ്ടമാണ്. ഞാനിപ്പോഴും ഇപ്പൊ എന്റെ കസിൻസിനോടൊക്കെ പറയും +2 കഴിഞ്ഞ് ഇവിടുന്ന് പോയിക്കോ, വീട്ടിൽ നിന്ന് മാറ്, പൊളിക്ക്, പോയി എൻജോയ് ചെയ്ത്. നമ്മള് മിസ്റ്റേക്സ് ചെയ്യുമായിരിക്കും. മിസ്റ്റേക്സ് പറ്റട്ടെ, കുഴപ്പമില്ല, അത് നമുക്ക് ശരിയാക്കാലോ. മിസ്റ്റേക്ക് ആണെന്ന് തോന്നിക്കഴിഞ്ഞാൽ അത് മാറ്റാം. നമ്മൾ തന്നെയല്ലേ പഠിക്കുന്നത്. ഇപ്പം ഞാൻ വീട്ടിൽ നിന്ന സമയത്ത് എനിക്കിപ്പോഴും ആലപ്പുഴയിൽ ഒറ്റയ്ക്ക് പോകാൻ പറഞ്ഞ് എനിക്ക് അറിയത്തില്ല. കാരണം ഞാൻ അപ്പൊ പോയിട്ടുള്ളത് അച്ഛൻ്റെ അമ്മയുടെ കൂടെ. എനിക്കിപ്പോഴും ആലപ്പുഴയിലെ വഴികൾ എനിക്കറിയാം. പക്ഷെ എറണാകുളത്ത് ഏത് മൂലയ്ക്ക് കൊണ്ടിട്ടും ഇന്ന സ്ഥലത്തേക്ക് വാന്ന് പറഞ്ഞാൽ ഞാൻ വരും. എനിക്കറിയാം അവിടുത്തെ. കാരണം ഇത് ഞാൻ ഒറ്റയ്ക്ക് പഠിച്ച കാര്യങ്ങളാണ്. അതുകൊണ്ട് എനിക്കറിയാം. അപ്പൊ +2 കഴിഞ്ഞ സമയം മുതൽ എനിക്ക് വീട്ടിൽ നിന്ന് മാറി നിൽക്കണം, എനിക്ക് എന്റെ കാര്യങ്ങളെല്ലാം തനിയെ ചെയ്യണം എന്നോട്. അപ്പൊ എന്റെ ഉള്ളില് ഞാൻ തന്നെ ഇത് പ്രൗഡാവും, ഞാൻ ഇൻഡിപെൻഡന്റ് ആയി. അപ്പൊ അവിടെ ഫ്രാങ്ക്ഫിൻ ജോയിൻ ചെയ്ത സമയത്താണെങ്കിലും
ഞാൻ വെച്ചാ ഇതിന് പോയി നമ്മുടെ ഹോസ്റ്റിങ്ങിന് പോവല്ലോ ആ സമയത്ത് പോക്കറ്റ് മണി ഉണ്ടാക്കാൻ കേറ്ററിംഗിന് പോകും ഹോസ്റ്റിങ്ങിന്. അപ്പൊ ഞാൻ ഹോസ്റ്റിങ്ങിന് പോകും. അപ്പൊ നമുക്ക് വീക്ക്ലി 2-3 വർക്ക് കിട്ടും. അപ്പൊ വീക്ക്ലി നമുക്കൊരു 3,000 റുപ്പീസ് നമ്മുടെ കയ്യിലിരിക്കും. നമുക്ക് പഠിക്കുന്ന സമയത്ത് അത് മതി. എന്നാണ് 2015-ലാണത്. 2015-ലൊക്കെ വീക്ക്ലി ലാവിഷ്. എനിക്ക് പുറത്തു പോയി ചായ കുടിക്കാനും ഉള്ളിവട കഴിക്കാനൊക്കെ അത് മതി. ഞാൻ ഹാപ്പി. എന്തെങ്കിലും ഡ്രസ്സ് ഉണ്ടെങ്കിൽ അത്, ഇഷ്ടമുള്ള ഒരു ഡ്രസ്സ് നോക്കി വെച്ചിട്ടുണ്ടെങ്കിൽ അത്, അല്ലെങ്കിൽ എന്തെങ്കിലും വിൻഡോ ഷോപ്പിംഗ് അങ്ങനെയൊക്കെ ആണെങ്കിൽ എനിക്കത് മതി. അപ്പൊ എനിക്ക് അങ്ങനെ ഒരു പ്ലാൻ ഓൾറെഡി ഉണ്ടായിരുന്നു, വീട്ടിൽ നിന്ന് മാറണം. പിന്നെ പക്ഷേ ഡൽഹിയിൽ ഞാൻ ട്രാപ്പായി പോയത് ഇങ്ങനെ കുറച്ച് പരിപാടി. അപ്പൊ ഓർത്തത് വീട്ടിൽ പോയി നിന്നാലോ. പക്ഷെ അത് കഴിഞ്ഞ് ജോലിയും കൂടെ കിട്ടിക്കഴിഞ്ഞപ്പോ പിന്നെ സാലറി ഉണ്ടല്ലോ, പിന്നെ എന്ത് വേണം. ഞാൻ ഇറങ്ങി, ഞാനിവിടെ വരും. എന്റെ ഫ്രീ ഉള്ള ദിവസം ഞാൻ സിനിമയ്ക്ക് പോകും. ഞാൻ കുറെ എൻജോയ് ചെയ്തു. ഞാൻ ശരിക്കും +2 കഴിഞ്ഞ് വീട്ടിൽ നിന്ന് മാറി കഴിഞ്ഞപ്പോഴത്തേക്കാ ഒന്ന് തനിയെ എൻജോയ് ചെയ്തിട്ട് പരിപാടി എന്താന്ന് എനിക്ക് മനസ്സിലായത്. അമ്മേനോട് ചോദിക്കട്ടെ, അമ്മ ഇപ്പൊ ഈ ഗ്രോയിങ് അപ്പ് ഈ കുറെ മെമ്മറീസ് ഉണ്ടാവും, അതായത് അബൌട്ട് ഡോട്ടർ, അവരുടെ ഭയങ്കര ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു മെമ്മറി, അതായത് സ്കൂളിൽ നിന്നായിരിക്കും, അല്ലെങ്കിൽ അമ്മയെ സർപ്രൈസ് ചെയ്തൊരു മെമ്മറി ആയിരിക്കും, ഇല്ലെങ്കിൽ നല്ല പണി കിട്ടി നല്ല അടി കൊടുത്തൊരു മെമ്മറി ആയിരിക്കും, എന്തെങ്കിലും കുരുത്തക്കേട് കാണിച്ചതിന്. അപ്പൊ അങ്ങനെ ഒരു ഭയങ്കര ചെറിഷ് ചെയ്യുന്ന ഒരു മെമ്മറി ചോദിച്ചാൽ ഏത് പറയും? കൊറേ ഉണ്ട്. അങ്ങനല്ല, കുരുത്തക്കേടൊന്നും ചെയ്തിട്ട് അല്ല. പക്ഷെ ആ കുരുത്തക്കേടുകളൊന്നും ഞാനല്ല അറിഞ്ഞുകൊണ്ടിരുന്നത്. അതെല്ലാം അവൾക്ക് ബ്രദറുണ്ട്, മൂത്തൊരാളുണ്ട്, അവനാണ് അതെല്ലാം ഡീൽ ചെയ്തോണ്ടിരുന്നത്. എന്റെ അടുത്തൊക്കെ നല്ല കുട്ടിയൊക്കെ ആയിട്ടിരുന്നു, പാവം കുട്ടിയൊക്കെ ആയിട്ടായിരുന്നു. എനിക്ക് പറ്റാണ്ടാവുമ്പോ ഞാൻ ചേട്ടനടുത്ത് പറയും അതെ അങ്ങനെ സ്കൂളില്. അല്ലാതെ പിന്നെ സ്കൂളിലൊന്നും ചെന്ന് കഴിഞ്ഞാൽ പരാതി മീനാക്ഷി അങ്ങനെ ഇങ്ങനെ അതൊന്നും ഇല്ലായിരുന്നു. അങ്ങനത്തെ ബഹളങ്ങളൊന്നും ഇല്ലായിരുന്നു. പിന്നെന്താ അങ്ങനെ പ്രത്യേകിച്ച് അല്ല. അങ്ങനെ വീട്ടിൽ നിന്ന് അങ്ങനെ തല്ലുകൊണ്ടിട്ട് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് തന്നിട്ടുണ്ടല്ലോ. സന്തോഷം ഇപ്പൊ എനിക്കും അച്ഛനും സന്തോഷിക്കാൻ ഒരുപാട് കാര്യങ്ങൾ തന്നിട്ടുണ്ട്. പുറത്ത് ആളുകളുടെ മുമ്പിൽ തല്ലുകൊളുത്തരമാണെങ്കിലും വീട്ടിൽ സന്തോഷമാണല്ലോ. അങ്ങനെ വെച്ചാൽ ഈ കൂടുതലും ഞാൻ പോയിരിക്കുന്നത് കൂടുതലും ഇവളുടെ കൂടെ യൂത്ത് ഫെസ്റ്റിവലില് അങ്ങനെയുള്ള സ്ഥലത്തൊക്കെയാണ് ഞാൻ പോയിരിക്കുന്നത്. അച്ഛനെ പേരൻസ് മീറ്റിങ്ങിന് വന്നോണ്ടിരുന്നു, അച്ഛനെ അറിയുള്ളൂ. അച്ഛന് അതിനിടയ്ക്ക് കുറച്ച് ഞാനൊരു 3 വർഷവും ഒരു 8-9 മാസവും ഞാൻ ഗൾഫിലായിരുന്നു. അപ്പൊ ആ സമയത്ത് എന്ന് പറഞ്ഞാൽ ചെറിയ കുട്ടിയായിരിക്കുമ്പോ അച്ഛനായിരുന്നു ആ കാര്യങ്ങൾക്കൊക്കെ പോയിക്കൊണ്ടിരുന്നത്. അപ്പോ പിന്നെ അത് കഴിഞ്ഞ് വന്നപ്പോഴത്തേക്ക് ഇച്ചിരി ആളായല്ലോ. അപ്പൊ അങ്ങനെ ബഹളങ്ങളൊന്നും ഇല്ല. പിന്നെ സന്തോഷിക്കാനുള്ള കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഒരുപാട് കേട്ടോ. അപ്പം നമ്മള് അത് ഉള്ളിൽ ഭയങ്കരമായിട്ട് സന്തോഷിക്കുമ്പോൾ നമ്മളെല്ലാം സന്തോഷിക്കുമ്പോഴും ദൈവത്തിനെ ഓർക്കണമല്ലോ. അപ്പൊ അങ്ങനെ വെച്ചോണ്ട് നമ്മൾ അയ്യോ ഒന്നും ഇതിനെതിരായിട്ടൊന്നും ഉണ്ടാവല്ലേ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. ഇപ്പം ജോലി കിട്ടിക്കഴിഞ്ഞാണെങ്കിൽ നല്ല ഹൈലി പെയ്ഡഡ് ആയിട്ടുള്ള ജോലിയാണ്, അറിയാലോ, എയർ ഹോസ്റ്റസ്. അപ്പം പെട്ടെന്ന് തന്നെ ആള് ഈ നായകന്റെ ഇന്റർവ്യൂവിനൊക്കെ വന്നപ്പം ശരിക്കും ഞങ്ങൾ അറിഞ്ഞൊന്നുമില്ല ആദ്യം ഇവള് പോയതും. ആദ്യം ഇന്റർവ്യൂവിനല്ല ആദ്യം പോയത് ഓപ്പൺ ഓഡീഷൻ ഉണ്ടായിരുന്നു. അപ്പം സെലക്ട് ആയില്ല. അത് കഴിഞ്ഞിട്ട് പിന്നെ മെയിൽ അയച്ചിട്ട് സെലക്ട് ആയില്ല. പിന്നെ ഓപ്പൺ ഓഡീഷന് പോയി. അവിടെ ചെന്ന് ഇതേപോലെ വാചകം അടിച്ചപ്പോ അങ്ങനെ ഓർത്തു എടുക്കാം, അങ്ങനെ എടുത്തു. അത് കഴിഞ്ഞ് സെലക്ഷൻ ആയി കഴിഞ്ഞപ്പോഴാണ് ഞങ്ങൾ അറിഞ്ഞത്. അപ്പം ആദ്യമൊക്കെ എന്ന് പറഞ്ഞാൽ അതിന്റെ നമ്മൾ ഓഡീഷനൊക്കെ പോകുമ്പോഴത്തേക്ക് നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. കാരണം ഈ ജോലിയും ഇതുമായിട്ട് പറ്റത്തില്ല. അപ്പം ഞങ്ങളുടെ ഒരു കസിൻ ഉണ്ടായിരുന്നു, പുള്ളിക്കാരനോട് എപ്പോഴും ഈ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് മേടിച്ചു കൊടുക്കണം. അത് ഓരോ നുണയും പറഞ്ഞ് നമ്മൾ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ഇങ്ങനെ കൊടുത്തോണ്ടിരിക്കും. ഒരു കലയെ ഇഷ്ടപ്പെടുന്ന ആളായത് കാരണം മെഡിക്കൽ സർട്ടിഫിക്കറ്റ് അതിനൊരു പരിധി ഉണ്ടല്ലോ. 3-4-5 മാസമൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും രക്ഷയില്ല മെഡിക്കൽ സർട്ടിഫിക്കറ്റ്. അപ്പൊ വന്ന് ചോദിച്ചു, അച്ഛനോട് ചോദിച്ചു. ഫിനാൻഷ്യലി ഉള്ള കാര്യമൊന്നും എന്നോടല്ല ചർച്ച ചെയ്യണം, അച്ഛനുമായിട്ട്. അപ്പൊ അച്ഛനോട് ചോദിച്ചു എങ്ങനെയാണ് അച്ഛാ ചെയ്യണമെന്ന്. അപ്പൊ അച്ഛൻ പറഞ്ഞു മോൾക്ക് ഇഷ്ടമുള്ളത് എന്താന്ന് വെച്ചാൽ ചെയ്യേ. അപ്പൊ അത്രയും നമുക്ക് അപ്പൊ ഓർക്കണം, അച്ഛന് അപ്പോ റിട്ടയർ ആയി. പക്ഷെ എന്നാലും അവൾക്ക് ഇഷ്ടമുള്ള കാര്യം ചെയ്യട്ടെ എന്ന് വെച്ചാൽ അച്ഛൻ പറഞ്ഞു മോക്ക് ഇഷ്ടമുള്ള പോലെ എന്താന്ന് വെച്ചാൽ നല്ലത് ഏതാന്ന് വെച്ചാൽ അച്ഛൻ ഇപ്പോഴും അച്ഛൻ ഭയങ്കര കോൺഫിഡന്റ് ആണ്. അപ്പൊ മോക്ക് ഇഷ്ടമുള്ള എന്താന്ന് വെച്ചാൽ ചെയ്യാൻ പറഞ്ഞു. പക്ഷെ ഞാൻ ഇടയ്ക്ക് ഞാൻ പറയാറുണ്ട് ഒരു ജോലിയാണ് എനിക്ക് ആ ജോലി ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പോഴും എനിക്കത് ഇഷ്ടമാണ്, ആ ജോലി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ അത് തന്നെയല്ല നമുക്കൊരു ഫിക്സഡ് ഇൻകം നമുക്ക് മന്ത്ലി നമുക്ക് വരുന്നുണ്ട്. അത്
പിന്നെ വേറൊരു വശം നോക്കുവാണെങ്കിൽ ഇപ്പോഴത്തെ പോപ്പുലാരിറ്റി ചിലപ്പോ ഒരു എയർ ഹോസ്റ്റസ് ആയ കിട്ടില്ല. എനിക്ക് അതിനോട് പോസിറ്റീവ്സും നെഗറ്റീവ്സും ഉണ്ടല്ലോ. അപ്പൊ അത് വെച്ച് അവൾ എന്ത് ചെയ്യുന്നു അതിൽ ഞങ്ങള് ഹാപ്പിനെസ് ആണ്, ഞങ്ങള് ഹാപ്പിയാണ് എന്ത് ചെയ്തെന്ന് പറഞ്ഞാലും. കാരണം ഇപ്പം ഇത്രയും ഇപ്പൊ ഏജ് ആയ ആള് കുഞ്ഞാണെങ്കിലും 27 ആയി. ഇനി എടുക്കുന്ന തീരുമാനങ്ങളും എല്ലാം ഫ്യൂച്ചറിലേക്ക് നല്ലതായിരിക്കുമല്ലോ. അല്ലാതെ ഒരു പൊട്ട തീരുമാനം എടുക്കില്ല. അങ്ങനെയുള്ള വിശ്വാസം. അപ്പൊ ആ ജോലിക്ക് അങ്ങനെ പോയി. അതിൽ നിന്നാണ് പിന്നെ നായികൻ വന്നു. അത് കഴിഞ്ഞിട്ട് നായകൻ കഴിഞ്ഞപ്പോ ഞാൻ പറഞ്ഞെങ്കിൽ ഇനി നിർത്തി തിരിച്ച് ജോലിക്ക് പോവാം. പക്ഷെ അപ്പൊ ഇങ്ങനെ ഓരോന്നോരോന്ന് പുറകെ ഇങ്ങനെ വന്ന് എനിക്കത് ഭയങ്കര ഇവിടെ വരെയായി. അത് കഴിഞ്ഞിട്ട് പിന്നെ ആ സിനിമകളൊക്കെ ചെയ്തപ്പോ ഹൃദയവും മറ്റേ മാലിക്കൊക്കെ ചെയ്തപ്പോ ഞാൻ കുഞ്ഞ് റോൾസ് ഒക്കെ അല്ലായിരുന്നു അതിനകത്ത്. അത് കഴിഞ്ഞിട്ട് പിന്നെ വന്നത് ഇപ്പം തോൽവി നമ്മളാ ചെറിയ റോള് കണ്ടു. ഓക്കെ, അത് കഴിഞ്ഞിട്ട് പിന്നെ തോൽവി FC കണ്ടു. പക്ഷെ തോൽവി FC കണ്ടപ്പം ശരിക്കും അച്ഛനോട് പോലും പറയാത്തൊരു കാര്യം എന്റെ മനസ്സിലുണ്ടായി. ഇപ്പോഴും പറയുമ്പോ ഒത്തിരി സങ്കടമാണ്. കാരണം നമ്മൾ ചെന്നിരിക്കുമ്പം അത് ഒരുപക്ഷെ ചിലപ്പം എല്ലാവർക്കും അങ്ങനെ ആയിരിക്കും. ഒരു ബിഗ് സ്ക്രീനിൽ നമ്മുടെ മോളെ കാണുമെന്ന് പറയുമ്പോഴത്തേക്കും പെട്ടെന്ന് എനിക്ക് അവിടെ ചെന്ന് ഫസ്റ്റ് ടൈം അത് കണ്ടപ്പോഴത്തേക്കും എന്റെ നെഞ്ചിനകത്തൊക്കെ ഭയങ്കര ഒരു വല്ലാത്ത ഒരു അസ്വസ്ഥതയും സന്തോഷമാണോ സങ്കടമാണോ എന്താണോ ഒരു ഭയങ്കര ഒരു ഇതുണ്ടായി. അപ്പൊ ഞാൻ പ്രാർത്ഥിച്ചു, ദൈവമേ അവളുടെ ആഗ്രഹം പോലെ തന്നെ അങ്ങനെ ആയല്ലോ, ഇനിയിപ്പോ അതുപോലെ തന്നെ ആകട്ടെ എന്തായാലും. അതുകൊണ്ട് ഞാനത് നിർത്തി. ഇനിയിപ്പം ഹോസ്റ്റസ് ആകും പറയുന്നത് നിർത്തി. അവൾക്ക് അതാണ് ഇഷ്ടമെങ്കിൽ അത് നടന്നോട്ടെ എന്ന്. പക്ഷെ എന്നാലും ജോലിക്ക് നമുക്ക് ഉള്ളിലുണ്ട് രണ്ടും ഒരുപോലെ തന്നെയാണ്. അവള് പറയുന്ന പോലെ തന്നെ എനിക്ക് രണ്ടും ഒരുപോലെ തന്നെയാണ്. പക്ഷെ അത്രയ്ക്ക് ആഗ്രഹിച്ച് ചെയ്യുന്ന ഒരു കാര്യം നമ്മളാണെങ്കിലും നമ്മൾ ഒരുപാട് ആഗ്രഹിച്ചിട്ട് കിട്ടുന്ന ഒരു സാധനം അല്ലേ, അതുപോലെ ഇഷ്ടമാണെങ്കിൽ ഇനി അതിന് അതുപോലുള്ള സൗകര്യങ്ങളും ഒക്കെ കിട്ടണം. നമുക്ക് വേറെ അതിന് മുമ്പോട്ട് വേറെ നെഗറ്റീവ്സ് ഒന്നും വരാതെ നല്ല പോലെ അത് മുന്നോട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ ഓക്കെ. അതല്ല ഇപ്പൊ നമ്മള് ഒരു കാര്യവും I can see a very proud mom there. അങ്ങനെ അതപ്പം അല്ല അന്നത്തെ ആ ഒരു ഫീലിങ്സ് എന്ന് പറഞ്ഞാൽ ഞാൻ അച്ഛനോട് പോലും ഷെയർ ചെയ്തില്ല. എനിക്ക് അങ്ങനെ ഉണ്ടായത് അത് ഏതൊരു മമ്മിക്കും ഉണ്ടാകുമായിരിക്കും. പക്ഷെ എനിക്ക് അങ്ങനെ നമുക്ക് ആ ഒരു സന്തോഷം അതെനിക്ക് എന്റെ ലൈഫിൽ ഇപ്പൊ വരെയുള്ള എന്റെ ലൈഫിലെ ഏറ്റവും ഭയങ്കര ഹാപ്പി ആയ ഒരു സമയമാണ്. പറയുമ്പോ ഉണ്ടാവുമല്ലോ, അത് ആർക്കായാലും ഉണ്ടാവും. ഈ ഒരു ചെറിയ പ്രായത്തിൽ യു ഗോട്ട് ദാറ്റ് ഒരു എക്സ്പോഷർ ഉണ്ട്, യു ആർ മീറ്റിംഗ് ഡിഫറെന്റ് പീപ്പിൾ. അപ്പൊ അതുകൊണ്ടാണ് ലൈക് മീനാക്ഷി എന്ന് പറയുമ്പോൾ ദ ഫസ്റ്റ് തിങ് ഇസ് ലൈക് ഷീ ഈസ് വൺ കെയർ ഫ്രീ ഗേൾ. മീൻസ് ലൈക്ക് ഒന്നും ആരിനി എന്ത് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ഐ എം നോട്ട് ഗോണ ചേഞ്ച് മാൻ, ഐ എം ദ സെയിം മീനാക്ഷി ഐ എം ഗോണ ബി. അതുകൊണ്ടാണോ അങ്ങനെ? ബിക്കോസ് ഐ started it all by myself. എനിക്ക് ഞാൻ ആരോട് ഹെൽപ്പ് ഒന്നും ചോദിച്ചിട്ടില്ല. അതിലിപ്പോ നമ്മളൊക്കെ പ്രൗഡ് ആവുന്ന ഒരു കാര്യം ഉണ്ടാവില്ല. എന്റെ വൺ ഓഫ് ദ ഉള്ളിൽ ഞാൻ കൊണ്ടുനടക്കുന്ന എന്റെ ഒരു പ്രൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ പറഞ്ഞത് മറ്റേ പ്രൈഡ് അല്ല, ദ പ്രൗഡ് പ്രൈഡ്. അതെന്ന് പറയുന്നത് ഞാൻ തനിയാണ് എല്ലാം ചെയ്തത്. ബിക്കോസ് ഇപ്പൊ നേരത്തെ പറഞ്ഞില്ല, ഇപ്പൊ നായികയിൽ തന്നെ ആണെങ്കിൽ ഇപ്പൊ മെയിലൊക്കെ അയച്ച സമയത്ത് അവരെന്നെ കണ്ടിട്ട് ഞാൻ കുഞ്ഞാണെന്ന് പറഞ്ഞിട്ട് അപ്പൊ എന്റെ ഒരു വാശിയായിരുന്നു, എന്നാ ഞാൻ നേരിട്ട് ഇന്ന് കണ്ട് സംസാരിച്ചതാക്കും. അത് ഞാൻ തനിയെ ചെയ്തതാ. അപ്പൊ കൺവിൻസ്ഡ് ആയി, ഐ എം ഹാപ്പി അബൌട്ട് ഇറ്റ്. അതെനിക്ക് അങ്ങനെ ഒരു ഇതുള്ളത്. എന്റെ ഇപ്പം ഫ്ലൈറ്റിൽ ആദ്യം ജോയിൻ ചെയ്യുന്ന സമയത്തും അന്ന് എനിക്ക് ഇതിൽ ഹൈറ്റ് കുറവാണ്. ഐ വാസ് ജസ്റ്റ് 19, ഗ്രോ ചെയ്യുന്ന പ്രായമാണ്. അപ്പം എനിക്ക് അന്ന് ഹൈറ്റ് പ്രോപ്പറായിട്ട് ഉണ്ടായില്ല. പക്ഷെ എനിക്ക് പിന്നെ അത് കഴിഞ്ഞ് ഞാൻ കുറെ എക്സസൈസസ് ചെയ്തു, വേറെ കാര്യം. പക്ഷെ അപ്പോഴും എന്നെ ഹെൽപ്പ് ചെയ്തത് എന്റെ നാക്ക് തന്നെയാണ്. അപ്പൊ ഞാൻ തനിയെ ചെയ്തതാ. അപ്പം എനിക്ക് എന്റെ പുറത്തുനിന്നുള്ള അറ്റാക്സ് ഞാൻ എടുക്കാറില്ല. എനിക്ക് എന്റെ ആവശ്യമില്ല. ഞാൻ ഇപ്പുറത്ത് വേറെ എന്റെ ലോകത്താ. ഞാൻ ഐ എം എൻജോയിങ് മൈ ലൈഫ്. ഇവിടെ എനിക്കൊരു ഇതുണ്ട്. എനിക്കറിയാം ഞാൻ എത്രത്തോളം അത് എൻജോയ് ചെയ്യുന്നുണ്ടെന്നുള്ളത്. ഞാൻ എവിടെ ഇരുന്ന് പോകുന്നു, ഞാൻ എവിടെ എണീറ്റ് ഓടണം, എനിക്ക് എവിടെ സംസാരിക്കണം, ഞാൻ എവിടെ എന്ത് ഇടണം, ഇതൊക്കെ എന്റെ സന്തോഷം. അപ്പൊ ഇതിൽ ഇപ്പം ആസ് യു സൈഡ് ഇപ്പൊ നമുക്ക് ഈ ക്രിറ്റിസിസം നമ്മൾ ഫേസ് ചെയ്യുമ്പോഴേ നമ്മളത് എത്ര നമ്മൾ വിൽ ടേൺ എ ബ്ലൈൻഡ് ഐ ടുവേർഡ്സ് ദാറ്റ്. പക്ഷെ എന്നാലും ഇപ്പൊ ഫോർ എക്സാമ്പിൾ യുവർ വീഡിയോസ്
എനിക്ക് തോന്നുന്നു അമ്മ ഇടയ്ക്കിടയ്ക്ക് മോളെ ഒരു വിളി വരലുണ്ടോ? ഇല്ല, ഷീ ഡസന്റ് കെയർ അല്ലേ? ദാറ്റ്സ് നൈസ്. അപ്പോൾ ഇങ്ങനെ എപ്പോഴും ഭയങ്കരമായിട്ട് ക്രിട്ടിസൈസ് ചെയ്യുന്നത് അബൌട്ട് എന്താണ് മീനാക്ഷിയുടെ ഔട്ട്ഫിറ്റ്, മീനാക്ഷി ഇവിടെ ഇട്ട് കണ്ടോ, ഇത് കണ്ടോ, അത് കണ്ടോ. അപ്പം ഡോണ്ട് യു ഫീൽ ദാറ്റ് ഇത് എന്താണ് ഇവന്മാർ എൻ്റെ ബാഗിൽ തന്നെ എന്നുള്ളൊരു ഫീൽ ഉണ്ടോ? അല്ല, സി ബേസിക്കലി എനിക്ക് തോന്നുന്നു ഇത് അങ്ങനെ ആളുകളുണ്ട് കേട്ടോ. അതായത് നമ്മൾ വരുമ്പോഴത്തേക്ക് ഇപ്പൊ അത് കുറവാണ്. ഞാനൊരു സ്ഥലത്ത് ഇതിനെപ്പറ്റി ഞാൻ സംസാരിച്ചപ്പോഴത്തേക്കും അതും റൂഡാണ്. ഇനി അവളെ ഷൂട്ട് ചെയ്യണ്ട, ഇനി അവളുടെ വീഡിയോസ് ഒന്നും എടുക്കണ്ട. ഇത് ഞാൻ എവിടെയാണ് കണ്ടതെന്ന് വെച്ചാൽ ആക്ച്വലി ഇത് ഞാൻ അവരുടെ വളരെ ഒരു പേഴ്സണൽ സർക്കിൾ നിറഞ്ഞ ഒരു കാര്യമാണ്. മേ ബി ഞാൻ കണ്ട് വായിച്ച ഒരു കാര്യമാണ്. ഞാൻ ഇവരുടെ ഒരു സംസാരം കാണാനിടയായി. അങ്ങനെ അതൊന്ന് ഞാൻ വായിച്ചതാണ്. അപ്പം അവര് ഷൂട്ട് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ എന്താ പറയുന്നത്, അവരുടെ പേജിന്റെ റീച്ചിനായിരിക്കാം. കാരണം അവർക്ക് ഇങ്ങനെയൊക്കെ ഷൂട്ട് ചെയ്യുമ്പോഴായിരിക്കും ചിലപ്പോൾ റീച്ച് കിട്ടുന്നത്. പിന്നെ ഈ പറഞ്ഞ കണക്ക് ഇപ്പം നേരെ കാണുന്ന ഡ്രസ്സിൽ വൃത്തികേടില്ലെങ്കിലും അത് മേലെന്നോ താഴെന്നോ എടുക്കുമ്പോൾ നല്ല വൃത്തികേടുണ്ടാവും. അത് അവരതാണ് ഉദ്ദേശിക്കുന്നത്. അവിടെ ഇവിടെ കാണിച്ചപ്പോൾ ആളുകളുടെ ലൈക്ക് കിട്ടുമോ കൂടുതലും? കമോൺ, എന്തൊക്കെ പറഞ്ഞെന്ന് പറഞ്ഞാലും പോസിറ്റീവ്സിനൊക്കെ കൂടുതൽ റീച്ച് കിട്ടുന്നത് എപ്പോഴും നെഗറ്റീവിന് തന്നെയാണ്. ആരും നന്നായിട്ട് ജീവിക്കുന്നുണ്ടോന്നൊന്നും ആരും ചോദിക്കത്തില്ല. നെഗറ്റീവ് ആണെന്നുണ്ടെങ്കിൽ അതിന് തന്നെയാണ് റീച്ച് വരുന്നത്. കഴിഞ്ഞ ദിവസം ഞാനൊരു പോസ്റ്റ് കണ്ടു. ഏതോ ഒരു നടീനെ ബേസ് ചെയ്ത നടി രണ്ടാമത് വിവാഹിതയാവുന്നു. ഓക്കെ, ഇതൊരു സ്ഥലത്ത് നടന്നതാണ്. ഒരു പേപ്പർ ബോയ് നമ്മുടെ നാട്ടിൽ നടന്ന സോഷ്യൽ ഇഷ്യൂസിനൊക്കെ പറ്റി ഇന്ന വാർത്ത ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞ് സംസാരിച്ചിട്ട് ആരും വാങ്ങുന്നില്ല എന്ന്. പക്ഷെ ഒരു പ്രമുഖ നടി രണ്ടാമത് വിവാഹിതയാകാൻ പോകുന്നു എന്നൊരു ന്യൂസ് അയാൾ വെറുതെ പറഞ്ഞപ്പോൾ ആ ന്യൂസ് പേപ്പർ പെട്ടെന്ന് എല്ലാവരും വാങ്ങിച്ചു. അയാൾ ഫുള്ള് തീർത്തിട്ടാണ് ബസ്സിന് ഇറങ്ങുന്നതെന്ന്. അത് കഴിഞ്ഞ് നോക്കിയപ്പോ അങ്ങനെ ന്യൂസ് അതിനകത്തില്ല. പക്ഷെ ദാറ്റ് ഷോസ് ഒരാളുടെ പേഴ്സണൽ ലൈഫിലേക്ക് ആളുകൾക്ക് എന്തോരം ഇൻട്രൂഡ് ചെയ്യാൻ ആഗ്രഹമുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് അത്തരം ക്യാപ്ഷൻസോ അല്ലെങ്കിൽ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആളുകൾ പുറത്തേക്ക് ഇടുന്നത്. ഇറ്റ്സ് ബിക്കോസ് ആളുകൾ നെഗറ്റീവിനെ പ്രൊമോട്ട് ചെയ്യുന്നത് കൊണ്ടാണ്. അപ്പം ചോദ്യം എന്തായിരുന്നു, ഞാൻ മറന്നുപോയി. അല്ല, ഈ നെഗറ്റീവ് കമന്റ്സ് സ്പെഷ്യലി when people comment on your costume അല്ലെങ്കിൽ അത് എഫക്ട് ചെയ്യുന്നുണ്ടോ? അപ്പം എനിക്ക് മനസ്സിലായത്, അപ്പൊ ഇവരുടെ സംസാരത്തിലുണ്ട് ഇനി ഇവളെയും വേറൊരു നടിയുണ്ട്, ഒരു യങ് സ്റ്റാർ, അവളെയും ഷൂട്ട് ചെയ്യരുത് എന്നൊക്കെ പറഞ്ഞിട്ടാണ് സംസാരിക്കുന്നത്. ഏത് നമ്മളായിട്ട് റീച്ച് കൂട്ടിയിട്ടിരിക്കുമ്പോട്ടോ പറയുന്നത്. അവളെയും ഇവളെയൊക്കെ ബഹിഷ്കരിക്കണത്. ലിറ്ററലി ഞാൻ കണ്ടതായത് ഇവളെയൊക്കെ ബഹിഷ്കരിക്കണം. ഞാൻ ഐ വാസ് ലാഫിങ്. ഇവരൊക്കെ ആരാ ബഹിഷ്കരിക്കാനും, ഇവളെ വളരാൻ അനുവദിച്ചൂടാ, ഇതൊക്കെയാണ് അവരുടെ ഗ്രൂപ്പിലെ ചാറ്റ്. അപ്പൊ അതിൽ ബോധമുള്ള കുറച്ച് പേരുണ്ട്. ഞാൻ പറയുന്ന 1-2 ആളുകളുടെ കാര്യമായിട്ട് 1-2 മീഡിയാസ് ഉണ്ട് ഇങ്ങനെ. അല്ലാതെ കുറച്ച് ബോധമുള്ളവരുണ്ട്. അവർ പറയാണ് ബ്രോ അവർക്ക് ഷൂട്ട് ചെയ്യാൻ ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ ഷൂട്ട് ചെയ്യണ്ട. അപ്പം അതിനെപ്പറ്റി അറിയാവുന്നവരും ഉണ്ട്. അതൊരു സെൻസിലാ പറഞ്ഞത് എനിക്ക് അറിയത്തില്ല. പക്ഷെ അവർ പറഞ്ഞു അവർക്ക് താല്പര്യമില്ലെന്നുണ്ടെങ്കിൽ അവരെ ഷൂട്ട് ചെയ്യണ്ട. പക്ഷെ ഇപ്പോഴത്തെ ഒരു ഇന്ന വീഡിയോയ്ക്കൊക്കെ ഇത്ര മില്യൺ റീച്ച് നമ്മൾ ഉണ്ടാക്കി കൊടുത്തു, എന്നിട്ട് അവളുടെ അഹങ്കാരം കണ്ടില്ലേന്ന്. കമോൺ, എനിക്ക് എവിടുന്ന് റീച്ച് കിട്ടിയിട്ടില്ല. ആ പുള്ളിയുടെ പേജിന് ഇത്ര ഫോളോവേഴ്സും ഇത്ര മില്യൺ വ്യൂസും കയറി. എനിക്കതുകൊണ്ട് ആളുകളുടെ ചീത്ത വിളിയോ നാട്ടുകാരുടെ മറ്റേ ഹെയ്റ്റ് കമന്റ്സ് അല്ലാതെ എനിക്ക് യാതൊരു ഉപകാരം ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് അപ്പൊ അവർക്ക് ഇത്ര റീച്ച് ഉണ്ടാക്കി കൊടുത്തിട്ട് ആർക്ക് കിട്ടി റീച്ച്? നിങ്ങളുടെ പേജിന് കിട്ടി റീച്ച്. അപ്പൊ ഞാൻ വിചാരിക്കുന്നത് ഇറ്റ്സ് ഓൾ പാർട്ട് ഓഫ് ദയർ ബിസിനസ്. ആരെങ്കിലും ഒക്കെ വിറ്റ് ജീവിക്കുക എന്നുള്ളതാണെന്ന് തോന്നുന്നു പരിപാടി. അമ്മേനോട് ഇത് ഡിസ്കസ് ചെയ്യലുണ്ടോ? അല്ലെങ്കിൽ അമ്മയൊക്കെ കാണുമ്പോ നമുക്കൊരു വിഷമം ഉണ്ടല്ലോ. അല്ല, എന്തൊക്കെ വന്നാലും നമ്മളെ പോലെ അല്ല പേരൻസ് എന്ന് പറഞ്ഞാൽ. ഞാൻ എത്ര പറഞ്ഞാൽ എന്താ ചോദിക്കുന്നവരോടൊക്കെ അത് പറഞ്ഞാൽ അതിനെ പോവാണ് നോക്കുന്നത്. ഞാൻ പറഞ്ഞാലും അങ്ങനെ പറഞ്ഞുതരും, ഇങ്ങനെ പറയാം, അങ്ങനെ പറയുന്നുണ്ട്. നമ്മളോട് ഇങ്ങനെ പറയാം. അത് അത്രയും ഭയങ്കര ഇങ്ങനെ വ്യക്തമായിട്ട് പറയില്ല. എന്നാലും മീനാക്ഷിക്ക് മറ്റേ ആ ഡ്രസ്സ് മതിയായിരുന്നു, ഇത് മതിയായിരുന്നു. നമ്മള് പറയും പോയ സ്ഥലം അതുപോലത്തെ സ്ഥലം അങ്ങനെ ഭയങ്കര സ്റ്റൈലായിട്ട് പോകുന്നു അങ്ങനെ പറയണ. പിന്നെ അതോർത്ത് ഇങ്ങനെ ടെൻഷനൊന്നും പിടിച്ചിരിക്കുകയൊന്നുമില്ല. പറയുന്നത് അതൊക്കെ ഇതിന്റെ കൂടെ ഉള്ളതല്ലേ. നന്നായിട്ടിട്ടുണ്ട് പോയാലും പറഞ്ഞില്ലേ നല്ലൊരു ഗൗൺ ഇട്ടോണ്ട് പോവുകയാണെങ്കിൽ ഗൗണിന് കുഴപ്പമൊന്നുമില്ല. പക്ഷെ അത് അവരെടുക്കുന്ന ആംഗിളിന് വ്യത്യാസം ഉണ്ടെങ്കിൽ നമുക്ക് കുഴപ്പമാണ്. അതെനിക്ക് മനസ്സിലായ ഒരു കാര്യം എന്താണെന്നറിയോ, ഞാൻ സാരി വീഡിയോസിൽ ഞാനത് കണ്ടിട്ടുണ്ട്, ചുരിദാർ വീഡിയോസിൽ ഞാനത് കണ്ടിട്ടുണ്ട്. റോങ് ആംഗിളിൽ നിന്ന് ഷൂട്ട് ചെയ്ത് ഒരു അതിനൊരു ക്യാപ്ഷൻ ഒരു ബോഡി പാർട്ടിനെ എടുത്ത് കാണിക്കുക എന്നുള്ളത് ഈ പറയുന്ന സോ കോൾഡ് മാന്യമായ ഏത് ഡ്രസ് ഇട്ട് കഴിഞ്ഞാലും അതുണ്ട്. അത് അവര് എടുക്കുന്നതിന്റെ കുഴപ്പം മാത്രമല്ല, അത് ആളുകൾ ആ നെഗറ്റീവിനെ പ്രൊമോട്ട് ചെയ്യുന്നതിന്റെയും കൂടെ ഇതാണ്.
പിന്നെ ഇവിടെ ഒന്ന് നെഗറ്റീവ് പറയുന്നവർ തന്നെ അപ്പുറത്ത് ഒന്ന് പോസിറ്റീവ് പറയും. ഞാൻ ഇവിടെ വന്നിട്ട് പഠിച്ച ഏറ്റവും വലിയൊരു കാര്യമാണ് പോസിറ്റീവ് എടുക്കരുത്, നെഗറ്റീവ് എടുക്കരുത്, ന്യൂട്രൽ നാട്ടിൽ കൂടെ പോയാൽ മതി, ഒരു കുഴപ്പമില്ല. ഓൾറൈറ്റ് അത് കുറച്ച് സ്റ്റീമി ഡിസ്കഷൻ ആയിരുന്നു. എനിക്ക് തോന്നുന്നു നെവർ എൻഡ് അല്ലേ? നെവർ. എന്റെ ചേട്ടൻ എപ്പോഴും എന്റെ അടുത്ത് പറയുന്നത്, ഞാൻ ഇങ്ങനെ പറയുമ്പോൾ ഇതല്ലേ ശരി അതല്ലേ ശരി, ഞങ്ങള് വി ഹാവ് സച്ച് ഡിസ്കഷൻ. അപ്പൊ ഞാൻ പറയും ഇതല്ലേ ശരി അതല്ലേ ശരി, അപ്പം ഇങ്ങനെ ഇവിടെ ഇങ്ങനെ ഈക്വാളിറ്റി വേണ്ടേ, ഇത് ഈക്വൽ. അപ്പം എന്റെ അടുത്ത് ചേട്ടൻ പറയാം, എടേ ദർ ഇസ് നോ പോയിന്റ് ഓഫ് ഡിസ്കസിങ് അബൌട്ട് ഇറ്റ്, ലൈക്ക് അല്ല ഐ മീൻ സർട്ടൻ സിറ്റുവേഷൻസിലല്ലാതെ ഇതിനെപ്പറ്റി എപ്പോഴും ഡിസ്കസ് ചെയ്യുന്നോണ്ടാകുമ്പോൾ പറയാം ദർ ഇസ് നോ പോയിന്റ്. ബിക്കോസ് അവിടെ നമ്മുടെ സൊസൈറ്റിയിൽ എപ്പോഴും രണ്ട് ടൈപ്പ് ഓഫ് ആളുകൾ ഉണ്ടാവും. അപ്പൊ ഞാൻ പറഞ്ഞ എപ്പോഴെങ്കിലും സംസാരിക്കുമ്പോ എന്തെങ്കിലുമൊക്കെ ഒരു മാറ്റം, അപ്പോൾ പറഞ്ഞാൽ അതുണ്ടാവുമായിരിക്കും. മേ ബി പെർസെന്റേജ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്നല്ലാതെ ഒരു സൊസൈറ്റിയിലെ എപ്പോഴും രണ്ട് ടൈപ്പ് ഓഫ് പീപ്പിൾ എപ്പോഴും ഉണ്ടാവും. അത് ഭയങ്കര ശരിയാണ്. അല്ലാതെ നമ്മൾക്ക് എപ്പോഴും പോസിറ്റീവ് മാത്രം കിട്ടണമെന്ന് കാര്യം. സൂപ്പർ സ്റ്റാർസ് നേരിടുന്നില്ലേ? നമ്മുടെ ഇപ്പോഴത്തെ സൂപ്പർ സ്റ്റാർസ് നേരിടുന്നുണ്ട് നെഗറ്റീവ്സ്, അത്രേ ഉള്ളൂ. അല്ല അപ്പോഴാണ് നമുക്ക് ഇതിനകത്തേക്ക് വരുമ്പോ ഇതൊക്കെ ആക്സെപ്റ്റ് ചെയ്യാൻ റെഡി ആയിരിക്കണം. എനിക്ക് പോസിറ്റീവ് മാത്രമേ കിട്ടാവുള്ളൂ എന്ന് പണ്ട് കാര്യമൊന്നുമില്ല. നമ്മളത് എല്ലാവരും ഇഷ്ടപ്പെടുന്നില്ല. ആരും നമ്മുടെയൊക്കെ കയ്യിൽ പോയിട്ട്